മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ബേപ്പൂർ MLA ആണ്. അദ്ദേഹം പറയുന്നത്, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പാടിയത് തെറ്റാണ്. അവസാന ചില ലൈനുകൾ അത് ഇന്ത്യക്ക് യോജ്യമല്ല, മാൻഡേറ്ററി അല്ല, മനഃപൂർവ്വം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ പൊരുളെന്ന് പറയുന്നത്. ബേസിക്കലി റിയാസ് പറഞ്ഞത് റിയാസിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയല്ല. കേരളത്തിൽ എമേർജ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ സ്ലീപ്പർ സെല്ലായിട്ട് കിടക്കുന്നത്, അതായത് മൗമൂദികളാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ്, അവർക്ക് വേണ്ടി പറഞ്ഞ സംഭവമാണ്. അതായത് വീണ്ടും ജമാഅത്ത് ഇസ്ലാമി തിരിച്ചു വരണം, മുസ്ലിം വോട്ടുകൾ തിരിച്ചു വരണം, ഈ പറയുന്ന വന്ദേ മാതരം ആദ്യം എടുത്തങ്ങ് അലക്കുക. ഇത്രയും ഈ സംഭവം നടന്ന സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വന്ന ശേഷം ഇടതുപക്ഷ ബുദ്ധിജീവികൾ വളരെ സൈലൻ്റ് ആണ്. ഇത് അലക്കട്ടെ, ഇഷ്യൂ ആയി മാറട്ടെ. ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. അതായത് കേരളത്തെ വീണ്ടും ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ രീതിയിലും തെറ്റിക്കാനും തെറ്റിച്ചുകൊണ്ടിരിക്കാനും ഭയങ്കര മിടുക്കന്മാരാണ്. അവർക്കറിയാം മുസ്ലിം വോട്ടുകൾ അവരുടെ ഭാഗത്ത് നിന്നില്ല. പിണറായി വിജയനും വെള്ളാപ്പള്ളിയും പിണറായി വിജയനും അൺഹോളി റിലേഷൻഷിപ്പ് BJP, അതുമായിട്ട് അവരുടെ കയ്യിൽ നിന്നും വോട്ടുകൾ പോയി. അത് തിരിച്ചു കൊണ്ടുവരണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിന് പറ്റിയ ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മണ്ണുണ്ണി. അവനെ അങ്ങ് യൂസ് ചെയ്തു. ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട സംഭവമുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് അധികം പേരും മരമുണ്ടന്മാരാണ്. ഇവർക്ക് ദീർഘവീക്ഷണമില്ല പലതും. ഈ നിലവിളക്ക് കത്തിക്കുക, അത് ഇന്ത്യൻ ട്രഡീഷൻ്റെ ഭാഗമാണ്, ഇന്ത്യയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, ഇന്ത്യയുടെ റിലീജിയൻ്റെ ഭാഗമല്ല. ഈ പറയുന്ന നിലവിളക്ക് കത്തിക്കുക, വന്ദേ മാതരം പാടുക, അത് RSSൻ്റെ ഹിന്ദുക്കളുടെ പാട്ടല്ല. സാരേ ജഹാം സേ അച്ഛ, അത് എഴുതിയതൊരു മുസ്ലിമാണ്, മുഹമ്മദ് ഇക്ബാൽ. അല്ലെന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എഴുതിയത്. അത് പിന്നെ മറ്റൊരു പാകിസ്ഥാനിലോട്ട് അയാൾ വിഭജനം വന്നപ്പോൾ പോവുകയും ചെയ്തു. അയാളൊരു വലിയ ദേശഭക്തി രീതിയിലാണത് എഴുതിയത്. ജനഗണമന ദേശഭക്തിയുടെ ഗാനമാണ്. ഇതിനകത്ത് എന്ത് വർഗീയത കുന്തമാണ് ഉള്ളത്? ഈ പറയുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുക. അതായത് വെർട്ടിക്കലായിട്ട് ഡിവിഷൻ മനസ്സുകളിൽ ഉണ്ടാക്കിയെടുത്തു. അതിന് അബ്ദുറബ്ബ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ മരമണ്ടൻ മന്ത്രി ചെയ്തു. അത് എല്ലാ ആൾക്കാരും അത് ഡിസ്കഷൻ പോയിന്റിലോട്ടങ്ങ് പോയി. പിന്നീട് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായി. ഇത് മനസ്സിലാക്കിയിരിക്കുന്നല്ലത്. ഇപ്രാവശ്യം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിങ്ങൾ കണ്ടു കാണും, മുസ്ലിം ലീഗിൻ്റെ MLA ഈ പറയുന്ന മന്ത്രിമാരെ അള്ളാഹുവിൻ്റെ നാമം മാറ്റി ദൈവനാമത്തിലോട്ടങ്ങാക്കി. അതേപോലെ അവരൊരു തൊപ്പിയുണ്ട് ലീഗുകാർ, പണ്ട് കുഞ്ഞാലിക്കുട്ടിയൊക്കെ മറ്റു പല മന്ത്രിമാരും ചെയ്തുകൊണ്ടിരുന്നത്, അത് മാറ്റി പ്ലെയിൻ ഹെഡാക്കി. കാരണം അവർക്ക് പിടികിട്ടാൻ തുടങ്ങി ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യും, ഇത് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു നിലവിളക്ക് കത്തിച്ചു, സ്കൂൾ യുവജനോത്സവം, അത് ഇന്ത്യയുടെ ട്രഡീഷനാണ്. ഒരു ഫൈറ്റർ ജെറ്റ്, അതായത് പട്ടാളത്തിനകത്ത് ഫൈറ്റർ ജെറ്റ് കൊണ്ടുവരുന്നു, അവിടെ നാരങ്ങ വെക്കുന്നു, മുളക് വെക്കുന്നു, സവാള വെക്കുന്നു, ഉള്ളി വെക്കുന്നു, വെക്കട്ടെ. അത് ഇന്ത്യയുടെ ഒരു ട്രഡീഷൻ ഭാഗമാണ്. റോക്കറ്റ് വിടുന്നു, സയൻസാണ് മുഴുവനും, അതിനകത്തൊരു നാരങ്ങയും കൊണ്ട് പൂജയുണ്ട്. അതിലെന്ത് പ്രശ്നമാ? ഇപ്പം ഇന്ത്യയുടെ ഒരു സംസ്കാരമുണ്ട്. അതിനകത്ത് ഈ ജാതി മതം ക്ലാപ്പ് കോപ്പൊന്നും ചേർക്കരുത്. അത് നടക്കട്ടെ എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കണം. അത് അതിൻ്റെ ഭാഗമായിട്ട് പൊയ്ക്കോളും. ഒരു കാര്യം പറയാം, അമേരിക്കയിൽ പല കോർപ്പറേഷനുണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യും, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പം അതിനകത്ത് ബൈബിൾ തൊട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഹിന്ദുക്കൾ ഭഗവത്ഗീത ഇങ്ങനെ സംഭവം തൊട്ട് പറയുന്നത്? UK നിങ്ങൾ കണ്ടു കാണും, പ്രധാനമന്ത്രിയാകുമ്പോൾ അവിടെ പോയി ബൈബിൾ വേർഷൻ രാജ്ഞിയുടെ അവിടെ പോയി അത് വായിക്കണം. ഋഷി സുനക്ക് പോലും നിങ്ങളിത് കണ്ടു കാണും. അതവരുടെ ട്രഡീഷനാണത്.
ഇപ്പൊ സൗത്ത് കൊറിയ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. നേരത്തെ ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു, അത് കൺവേർട്ട് ചെയ്ത് ഏകദേശം 60-65% ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ കാത്തലിക് പെന്തിക്കോസായി മാറി. അവിടെ ഇപ്പം ബൈബിളാണ് വായിക്കുന്നേ. അതിന്റെ ട്രഡീഷൻ മാറി അങ്ങോട്ട് പോയി. ഇപ്പൊ ഇന്ത്യയുടെ ഒരു ട്രഡീഷൻ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ, ഭാരത് എന്ന് പറഞ്ഞ ഹിന്ദു മെജോറിറ്റിയുള്ള രാജ്യമാണ്. നമുക്ക് ഹിന്ദു ട്രഡീഷൻ ഉണ്ട്. ആ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതിൻ്റെ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും ഗീത വായിക്കാനും ഒന്നും പറയുന്നൊന്നുമില്ല. അതിനകത്ത് ഈ വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഭക്തിഗാനത്തിൽ പെട്ടതാണ്. അത് പാടി അത് തുടങ്ങുന്നു. അതിലെന്താ തെറ്റ്? അതിനകത്ത് പലതും പറഞ്ഞിട്ടുണ്ടാകും. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആരും പറയുന്നില്ല. ഇന്ത്യ സെക്കുലർ രാജ്യം തന്നെയാണ് ഭരണഘടനയിൽ. അത് തന്നെയായിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കത്തിക്കുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അതതിൻ്റെ കാര്യം. അതുണ്ടാകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിപ്പം തോന്നുന്നു മുസ്ലിം ലീഗിനും മനസ്സിലാക്കി. അതാണ് ഈ തൊപ്പിയൊക്കെ മാറ്റി അള്ളാഹുവിൻ്റെ നാമം മാറ്റി ദൈവത്തിൻ്റെ നാമത്തിലാക്കിയത്. ഇത് നല്ല തുടക്കം. അതിനിടയ്ക്കാണ് റിയാസ് ഈ സംഭവം എടുത്തുകൊണ്ട് വരുന്നത്. റിയാസ് പ്രത്യേകമായിട്ട് പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റിനെ മൗമൂദി ഗ്രൂപ്പിനെ സൂചിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവർ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് അവരുടെ ഉദ്ദേശം. ഈ പറയുന്ന ഇസ്ലാമിക 30% ബംഗാളിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിട്ടിട്ട് അവർ TMC പോയത്? ആലോചിച്ച് നോക്കണം. കാരണം എല്ലാവർക്കും ഒരു സമയം കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് മടുക്കും. അത് തന്നെയാണ് BJPക്ക് ഉണ്ടായത്. നിങ്ങൾ അമ്പലം പടന്നു, ആർട്ടിക്കിൾ 370 ഉണ്ടാക്കി, ഹിന്ദു രാഷ്ട്രം. ഇപ്പോഴാൾക്കാർക്ക് താല്പര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമിയായി. ഒരു സെർട്ടൺ ടൈമിൽ ഈ സംഭവം അതിതീവ്രത ഓടും. അത് കഴിഞ്ഞ് അതിതീവ്രത എവിടെയും ഓടത്തില്ല. ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ പോകട്ടെ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില സാംസ്കാരിക സംഭവങ്ങളുണ്ട്. ഒരു ഉദ്ഘാടനം നടക്കുകയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ആണെങ്കിലും അതിന് അതിൻ്റേതായ സ്പേസ് കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട് റിലീജിയനെ കുഴപ്പിക്കരുത്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. ഇതൊക്കെ നോക്കി വെക്കുന്ന ആൾക്കാരുണ്ട് പലരും എടുത്തു ചാടാൻ. അപ്പം അതിനവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇവിടെയാണ് മുഹമ്മദ് റിയാസിന് മണ്ണുണ്ണിയെ തഴയേണ്ടത്. പ്രത്യേകിച്ച് ബോധമില്ലാത്ത ഒരുത്തിനാണ്. കാരണം കേരളത്തിൻ്റെ ടൂറിസം, അതേപോലെ തന്നെ PWD മിനിസ്റ്റർ ആയിരുന്നു, വേസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. എപ്പോഴും റീൽ ഇട്ടുകൊണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്നും നടത്തിയുമില്ല. കിഫ്ബിയുടെ ഫണ്ട് എടുത്ത് അവിടെ ഇവിടെയൊക്കെ റോഡ് വൃത്തിയാക്കി. ഇതാണ് ചെയ്തത്. അപ്പം അതിനേക്കാൾ എത്രയോ മിടുക്കനായിരുന്നു സുധ. ആ ടോപ്പിക്കിലോട്ടല്ലേ ഞാൻ പോകുന്നത്. അതായത് റിയാസ് വന്നിരിക്കുന്നത് ഈ പറയുന്ന മൗമൂദികൾക്ക് വേണ്ടി പ്രത്യേക ആശയവുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് ബേസിക്കലി ഇന്ത്യയിൽ നിന്ന് ഡിവിഷനായിട്ട് പോയതിൻ്റെ കാര്യം എന്താ? പാകിസ്ഥാൻ, അതായത് ഹിന്ദു ഭൂരിപക്ഷമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ഇവിടെ മുസ്ലിംസിന് സ്ഥാനം കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. ചരിത്രം അന്ന് ഈ പറയുന്ന സവർക്കർ ആണെങ്കിൽ ഈ പറയുന്ന RSS ലീഡേഴ്സ് തന്നെ പറയുന്നുണ്ട് അവരുടെ പുസ്തകങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ടായി പോകുന്നതാണ് നല്ലത്. പിന്നീട് അതിനെപ്പറ്റി മാറിയും മറിഞ്ഞുമൊക്കെ സംഘപരിവാർ പറഞ്ഞു അത് അടിസ്ഥാനപരമായ കള്ളമാണ്. RSS ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു. ഈ ഇന്ത്യ ഡിവിഷനെ ഏറ്റവും കൂടുതൽ എതിർത്ത മഹാത്മാഗാന്ധി മാത്രമായിരുന്നു. കോൺഗ്രസിനകത്തും വലിയൊരു ശതമാനം ലീഡേഴ്സിന് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഇന്ത്യയിൽ നിന്ന് ഒരു ഡിവിഷൻ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് അവരും ആഗ്രഹിച്ചത്. ഗാന്ധിജിക്ക് ജിന്നെ കൊണ്ടുവരണം പ്രധാനമന്ത്രിയായിട്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിനകത്തെ അൺടോൾഡ് ഇഷ്യൂസ് ആയിരുന്നു അന്നത്തെ. ഏതായാലും അതിലോട്ടല്ല ഞാൻ പോകുന്നത്. ഇവിടെ റിയാസ് എന്ന് പറഞ്ഞ മരമണ്ടൻ ഈ പ്രശ്നം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, അതായത് വരാനുള്ള ദിവസം ലീഗിനെ കൊണ്ട് പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക, അതായത് മുസ്ലിങ്ങളെ വീണ്ടും തിരിച്ച് CPMൻ്റെ ഭാഗത്തിലോട്ട് കൊണ്ടുവരിക. ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഈ MT ഉസ്താദ് ആണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും നമ്മൾ എടുക്കുക, ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും ഫ്രീഡം കൊടുക്കാൻ വേണ്ടി അവരൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? സമസ്തയാണെങ്കിലും കാന്തപുരമാണെങ്കിലും അവരുടെ സൈഡിൽ കൂടെ നിന്നത്. മോഡറേറ്റ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുല്ല് ഇവർ പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയം ഈ പറയുന്ന ഉസ്താദന്മാരെ അവരുടെ വോട്ട് കിട്ടത്തില്ല എന്നുള്ള ഭയമായിരുന്നു. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാകണം. മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരണം. അതിനവർക്ക് പ്ലാറ്റ്ഫോം കൊടുക്കണം.
അപ്പം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കാരണം അത് മുഴുവനും അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചു ഇടതുപക്ഷവും പിണറായി വിജയനും. ഇപ്പോൾ ഈ ഇഷ്യൂ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡേർട്ടി ഗെയിമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇതിനകത്ത് ഇതുണ്ടാക്കിയിട്ട് അപ്പുറത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കുക, അപ്പുറത്ത് RSSും അവരുടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക, ഇപ്പുറത്ത് മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കുക. അതായത് ഡേർട്ടി ഗെയിമിന് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ് ഈ വന്ദേ മാതരത്തിനെതിരെ ഈ പ്രശ്നമുണ്ട്. ഇനി തമിഴ്നാട് പൊളിറ്റിക്സിൽ വന്ദേ മാതരം പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവാണ്. അതിൻ്റെ അകത്ത് വർഗീയതയൊന്നുമല്ല, ജാതീയതയല്ല. അത് ദ്രാവിഡിയൻ, അവർക്ക് ടു ലാംഗ്വേജ് പോളിസിയാണ് ഉള്ളത്. ഒന്ന് തമിഴ്, ഇംഗ്ലീഷ്. അവർക്കൊരു ഹിന്ദി വേണ്ട. അതവരുടെ നാഷണലിസത്തിൻ്റെയും ആ സ്റ്റേറ്റിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഗവർണർ നിർബന്ധിച്ചിട്ടാണ് അത് ചെയ്തത്. അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷന് തമിഴ് പാട്ടും തമിഴ് നാഷണൽ സോങ്ങും ആയിരിക്കും പാടുന്നത്. അത് തമിഴ്നാട് പൊളിറ്റിക്സ്. പക്ഷെ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് തമിഴ്നാട് അത് വ്യത്യസ്തമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ റിമോമ റിയാസിനെ പോലെയുള്ള പഴഞ്ചാറുകളെ, അബ്ദുൾ റബ്ബിനെ പോലുള്ള വെറും നാറികളെ അകറ്റി നിർത്തുക. അത് ഏറ്റവും ആവശ്യമാണ് കേരളത്തിന് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. ഇതേ രീതിയിലുള്ള ആഖ്യാനങ്ങളും പ്രൊപ്പഗണ്ട ജനറേറ്റ് ചെയ്യുന്ന ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നമുണ്ടാകും. ഈ പറയുന്ന ഇസ്ലാമിക സ്ലീപ്പർ സെല്ല് മുഴുവനും തിരിച്ചു വരും. അത് എമേർജ് ചെയ്ത് വരാൻ വേണ്ടിയാണ് റിയാസ് ഈ ഗെയിം മുഴുവനും കളിക്കുന്നത്.